ഒരിക്കലൊരു ആശ്രമത്തിൽ ഒരു സെൻഗുരു നിരവധി വിദ്യാർത്ഥികൾക്ക് ആയോധനകല പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം വിദ്യാർത്ഥികൾ പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയെ മാത്രം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവൻ തൻ്റെ സഹവിദ്യാർത്ഥികളെക്കുറിച്ച് അങ്ങേയറ്റം ബോധവാനായിരുന്നു. മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഇവന് പരിശീലനം നടത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരുടെ സാന്നിധ്യം ഇവനെ പരിശീലനത്തിൽ നിന്ന് തടയുന്നുവെന്ന് സെൻഗുരുവിന് മനസ്സിലായി. അങ്ങനെ സെൻഗുരു അവനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവനോട് തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. അവൻ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ചെയ്തു. അവർ ആശ്രമത്തിന് പുറത്തേക്ക് നടന്നു. ഞാൻ നിന്നെ നിരീക്ഷിക്കുകയായിരുന്നു. നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണത്? തൻ്റെ പ്രശ്നം എന്താണെന്ന് അവനും അറിയില്ലായിരുന്നു. അതിനാൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലെന്ന് അവൻ ഗുരുവിനോട് പറഞ്ഞു. ഞാൻ പല കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്കതിന് കഴിയുന്നില്ല. ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല, അവൻ സത്യസന്ധമായി പറഞ്ഞു. അവർ കുറച്ചുകൂടി നടക്കാൻ തുടങ്ങി. ഗുരു പറഞ്ഞു, ആയോധന കലകൾ ശരിയായി പഠിക്കുന്നതിന് മുമ്പ് നീ ചിലത് അറിയേണ്ടതുണ്ട്. നീ കാര്യങ്ങളുടെ പൊരുത്തം മനസ്സിലാക്കണം. നിന്റെ ചുറ്റുപാടുമായി യോജിച്ച് പ്രവർത്തിക്കണം. അദ്ദേഹം അവനെ അടുത്തുള്ള ഒരു വനത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയോരത്ത് കൊണ്ടുപോയി. നീ ആ നദിയിലേക്ക് നോക്കൂ, ഗുരു തൻ്റെ ശിഷ്യന് നിർദ്ദേശം നൽകി. നദീതടത്തിൽ ചെറുതും വലുതുമായ നിരവധി പാറകൾ നീ കണ്ടോ? നദി പാറകൾക്കിടയിലൂടെയും മുകളിലൂടെയും ഒഴുകുന്നത് നീ ശ്രദ്ധിച്ചോ? പല തടസ്സങ്ങളുണ്ടായിട്ടും നദി മുമ്പോട്ട് തന്നെ ഒഴുകുന്നു. ഈ പാറകൾ നദിക്കു വേണ്ടി മാറിക്കൊടുക്കുന്നില്ല. അതിനാൽ നിന്റെ മുമ്പോട്ടുള്ള ജീവിതത്തെ തടസ്സപ്പെടുത്താൻ നീ മറ്റുള്ളവരെ അനുവദിക്കരുത്. നിന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. അങ്ങനെ ചെയ്താൽ നഷ്ടം നിനക്ക് മാത്രമാണ്, അവർക്കല്ല. പല പല തടസ്സങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. ഒരു നദിയെപ്പോലെ സ്ഥിരമായി മുമ്പോട്ടൊഴുകാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നീ ചെയ്യേണ്ടത് ചെയ്യുക. എല്ലാം നിന്നെ തേടി വരിക തന്നെ ചെയ്യും. സെൻഗുരുവിൻ്റെ വാക്കുകൾ അവൻ ഉന്മേഷം നൽകി. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അന്നു മുതൽ ചുറ്റുമുള്ള കാര്യങ്ങളുമായി അവൻ ഇണങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. ആയോധന കലയിൽ അവൻ പ്രാവീണ്യം നേടി. നിങ്ങളുടെ പ്രവൃത്തികളിൽ ശാന്തതയും വിനയവും പുലർത്തുക. മറ്റുള്ളവരെക്കുറിച്ച് ആകുലപ്പെടാതെ പതുക്കെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. സമയം നമുക്ക് വേണ്ടി നിശ്ചലമാകില്ല. അതിനാൽ അനാവശ്യമായി ഓരോന്ന് ചിന്തിച്ച് സമയം കളയാതെ ഒരു നദിയെപ്പോലെ മുമ്പോട്ടൊഴുകുക.